കൈപ്പൊള്ളുന്ന വലിയൊരു വിഷയം ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പച്ചയ്ക്ക് പറഞ്ഞാൽ വർഗീയതയാണ്. മനുഷ്യരെ പല തട്ടുകളിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സാംസ്കാരിക രംഗത്തുണ്ട്, ബോധപരമായ രാഷ്ട്രീയ രംഗത്ത് അതിന്റെ പ്രയോഗങ്ങൾ വരുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് വരുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്, ചരിത്ര പഠനത്തിൽ ഒക്കെ ഇതിലും വരുന്നുണ്ട്. ഈവൻ എവിടെയാ സയൻസ് എവിടെ എടുത്തോളൂ. പണ്ട് കാലത്തൊന്നും തന്നെ ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമാവുന്ന ഒരു സമീപനം എഴുത്തുകാരുടെ ഭാഗത്തു നിന്ന് ഒരിക്കൽ പോലും ഇന്ത്യയിൽ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. അവരുടെ പട്ടുമുളയും സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനും നമ്മൾ വളരെ ആദരിക്കുന്ന ചില എഴുത്തുകാരൊക്കെ അതിന് തയ്യാറാവുന്നു എന്നുള്ളൊരു സങ്കടകരമായ ഒരു അവസ്ഥ. മനുഷ്യ മതങ്ങൾ സൃഷ്ടിച്ചത് വയലാർ എഴുതി പാട്ട്, അതിൽ ഒരു വരി ഇന്ത്യ ഭ്രാന്താലയമായി എന്നാണ്. അതിപ്പോൾ അങ്ങനെയല്ല പാടുന്നത്, ലോകം ഭ്രാന്താലയമായി. റെക്കോർഡിൽ മാറ്റാൻ പറ്റില്ല, അതങ്ങനെ യേശുദാസിന്റെ ശബ്ദത്തിൽ. പക്ഷെ എല്ലാ സ്ഥലത്തും പാടുന്നത് ലോകം ഭ്രാന്താലയമായി, ഇന്ത്യ എന്നല്ല. സാഹിത്യകൃതികളുടെ പ്രത്യേകിച്ചും പ്രധാനമായിട്ടും നോവൽ തന്നെയാണ്. അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഈ പതിപ്പുകളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഈ പതിപ്പുകൾ ഇറങ്ങുന്നത് ഗുണകരമായിട്ടും നമ്മൾ കാണണം. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വായനാ സമൂഹം ഉണർന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണമല്ലോ. പണ്ട് കാലത്ത് ഇപ്പോൾ വളരെ പ്രസിദ്ധമായ നോവലുകൾ മലയാളി അവരുടെ ജീവിതം പോലെ വായിച്ചിട്ടുള്ള ചില കൃതികളുണ്ട്. കാലങ്ങളോളം എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന കൃതികളുണ്ട്. പക്ഷേ ആ കൃതികളൊക്കെ തന്നെ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, 500 കോപ്പിക്കുള്ള ഒരു പതിപ്പ് ഇറങ്ങുന്നു, കൂടി വന്ന 1000 കോപ്പി. അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാം പതിപ്പ് എന്നൊക്കെയുള്ളൊരു സംഭവം പൂർവ്വമായിട്ട് വരുന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നോവലുകളും മറ്റുമൊക്കെ തന്നെ അടിക്കടി പതിപ്പുകളുണ്ടാവും. ചിലത് ഒരാഴ്ചക്കകത്തിൻ്റെ പതിപ്പുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പതിപ്പുകൾ ഉണ്ടാക്കുന്നത് ഒരു വ്യാപാരതന്ത്രം കൂടി ആയിട്ടുണ്ട്. അത് ബ്രാക്കറ്റിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നമുക്കറിയാം, വെറുതെ വ്യാപാരതന്ത്രം മാത്രമല്ലാതെയും ധാരാളം പുസ്തകങ്ങൾ, പുതിയ കോപ്പികൾ, ഓരോ പുസ്തകങ്ങളുടെയും പുതിയ പതിപ്പുകൾ, അത് തന്നെ 1000-ഉം 2000-ഉം മാത്രമല്ല 5000 ഒക്കെ ഉള്ള കോപ്പികളൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ചിലത് വളരെ ലാഘവത്തോടു കൂടി വായിക്കാൻ പറ്റിയൊരു സംഗതിയാണ്. അതിപ്പോൾ അങ്ങനത്തെ ചില പുസ്തകങ്ങൾ വന്നു കഴിഞ്ഞു, അത് മാർക്കറ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. അത് ആ വഴിക്ക് പോട്ടെ, അത് സ്വാഭാവികമാണ്. വളരെ പോപ്പുലറായിട്ടുള്ള ചില കൃതികൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും, അതിന് പതിപ്പുകളുണ്ടാവും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ രണ്ട് സ്വഭാവവിശേഷങ്ങൾ, ഇപ്പം നല്ല വളരെ ഉത്കൃഷ്ടമെന്ന് പറയാവുന്ന എഴുത്തായാലും പോപ്പുലറായിട്ടുള്ള എഴുത്തായാലും അതിന് കൂടുതൽ പതിപ്പുകൾ ഇറങ്ങുന്നു, കൂടുതൽ കോപ്പികൾ ഇറങ്ങുന്നു, ആളുകൾ വാങ്ങിക്കുന്നു എന്ന് പറയുന്നത് പണ്ട് കാലത്ത് തന്നെ ഉണ്ടായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് നമ്മുടെ ഈ വായനാ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഒരവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ ഈ പതിപ്പുകൾ കൂടുന്നു കുറയുന്നു എന്നുള്ളത് ഒരു സാഹിത്യകൃതിയുടെ മേന്മയാണോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ട ഒരു വിഷയം. എന്താണ് അതിനെക്കുറിച്ച് വൃത്തി? ഒരു കാര്യം ഇപ്പോൾ ഈ നമ്മൾ കേട്ട് കഴിഞ്ഞ് ഇപ്പം ഞെട്ടും. കാരണം ആനന്ദിൻ്റെ ആൾക്കൂട്ടം ഇറങ്ങിയിട്ട് 8ാമത്തെ കൊല്ലമാണ് അത്ര രണ്ടാം പതിപ്പ് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ പുസ്തകം നമ്മൾ മാർക്കറ്റിൽ നിന്ന് പോകും. സാധാരണ എനിക്കിപ്പോൾ 8 കൊല്ലമൊന്നും ഒരാൾക്ക് പുതിയ പതിപ്പ് ഇറങ്ങാൻ നിലയ്ക്കില്ല. ഖസാക്കിൻ്റെ ഇതിഹാസം 3ാമത്തെ വർഷമാണ് രണ്ടാമത്തെ പതിപ്പ് ഇറങ്ങുന്നത്. അത് നോക്കിപ്പോൾ ഇത് രണ്ടും വളരെ വാഴ്ത്തപ്പെട്ട, അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ വൈത്തിരിവായിട്ട് വാഴ്ത്തപ്പെട്ട, വിലയിരുത്തപ്പെട്ട 2 പുസ്തകങ്ങൾ. അതിൻ്റെ പോലും എഡിഷൻസ് എത്ര കുറച്ച് ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ വാങ്ങുന്നതിൻ്റെ ഒരു തരംതിരിവിലാണ് നമുക്ക് എപ്പോഴും പ്രശ്നം വേണം. നമുക്ക് ഏതാ നല്ലത്, നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്, നമുക്ക് ഏതാ നല്ലത് ചീത്ത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വഴിതെറ്റിക്കാനുള്ളൊരു വഴി എന്താ വെച്ചാൽ, ഒരു പുസ്തകം ഇത്രയും പതിപ്പുകൾ ഇറങ്ങി, ഇത്രയും കോപ്പികൾ വിറ്റു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളതിൽ വീണുപോകും. ഇത് വായിച്ചില്ലെങ്കിൽ ഒരു മോശമാണല്ലോ, നമുക്ക് ഇത് വായിച്ചില്ലേ ഇരിക്കും. അപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ആടുജീവിതം തന്നെ നമ്മൾ ട്രെയിനിൽ കൊണ്ട് കിടക്കുമ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ഈ പുസ്തകം വായിച്ചിട്ടില്ലേ എന്ന് പറയാൻ വയ്യ. നമുക്ക് അന്ന് വായിച്ചിട്ടുള്ളൂ ഭാഗ്യത്തിന്, അല്ലെങ്കിൽ നമ്മൾ അവൻ്റെ കണ്ണിൽ നമ്മൾ എഴുത്തുകാരനോ വായനക്കാരനൊന്നും നോക്കിയിട്ടല്ല, ഒരു യാത്രക്കാരോട് ചോദിക്കണം. അത്രയും ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു തരം മാനസികമായിട്ടുള്ള ഇമ്പോസിഷനാണ് നമുക്ക് കൊടുക്കണം. ഇങ്ങനെയെങ്കിലും അപ്പോൾ നമുക്ക് പറയുക, നമുക്ക് തോന്നുന്നു ഈ പുസ്തകം 10-18 പതിപ്പ് വന്നു, ഇനി വായിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് നമ്മളിപ്പോൾ വാങ്ങും. പിന്നെ വായിക്കാൻ പറ്റുമെന്നുള്ളതും വായിച്ചിട്ട് ഇഷ്ടപ്പെടുമെന്നുള്ളതൊക്കെ പിന്നെ രണ്ടാമതേ വരുള്ളൂ. നമ്മുടെ സെലക്ഷനിൽ നമുക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വളരെ ദോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
ഈ വിൽപ്പന ഇപ്പോൾ നമ്മൾ നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒറ്റയ്ക്ക് വാങ്ങുന്ന ഒരു കാലം വലിയ ബുദ്ധിമുട്ടായിരുന്നു, ദാരിദ്ര്യം അല്ലെങ്കിൽ അത് നമുക്ക് വളരെ മാറ്റിവെക്കാവുന്ന ഒരു കാര്യമായിരുന്നു ഒരു പുസ്തകം വാങ്ങാന്നുള്ളത്. നമ്മളതിന് മറ്റ് പല നാട്ടിലെ ലൈബ്രറി അല്ലെങ്കിൽ ആളുകളുടെ നിന്ന് വാങ്ങി മേടിച്ച് വായിക്കുക. ഇപ്പം അത് ബൾക്കായിട്ട് വിൽപ്പന നടക്കുന്നുണ്ട്. അതിപ്പോൾ വായനശാലകളായാലും മറ്റു തരത്തിലുള്ള ഇവർക്കൊക്കെ ഗ്രാൻഡ് കിട്ടുന്ന പണം അതും ഈ സാഹിത്യ ഉത്സവങ്ങൾ അല്ലെങ്കിൽ പുസ്തക എക്സിബിഷനുകളിലൊക്കെ നോക്കി അറിയാം. നോക്കിയിട്ടൊന്നുമല്ല, അത് പ്രസാധകരെ നോക്കിയിട്ട് പോലും അല്ല, ഇത്ര രൂപയുടെ പുസ്തകങ്ങൾ നിലയ്ക്ക് മാറ്റി വയ്ക്കുകയാണ്. അത് 10,000-ങ്ങളും ലക്ഷങ്ങളുമായിട്ടുള്ള വിൽപ്പന ആ രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വിൽപ്പനശാലയിൽ ഇരിക്കുന്ന ഒരുത്തൻ വിചാരിച്ചാൽ നിങ്ങളുടെ പുസ്തകം വേണമെങ്കിൽ 2 ദിവസം കൊണ്ട് 3 എഡിഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇത്തരം വഴിവിട്ട നീക്കങ്ങളൊക്കെ വിജയിക്കാനുള്ളൊരു കാരണം നമ്മുടെ വായനയിൽ വന്നുപെട്ടിട്ടുള്ള ഒരു ദുര്യോഗം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വായനക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മലയാള വായനക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഒരുപക്ഷെ എഴുത്തുകാരനേക്കാളും കഴിവും തിരിച്ചറിയൽ ശേഷിയും ഒക്കെയുള്ള ഒരു നല്ല പ്രതിഭയായിട്ടുള്ള ഒരാളാണെന്നുള്ള നിലയ്ക്കാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയത്. ഇന്ന് വായനയൊക്കെ കൂടിയുണ്ടെങ്കിൽ പോലും ആ പ്രതിഭാശേഷി വായനക്കാരന് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഈ വളരെ വഴിപഴച്ച നീക്കങ്ങളുടെ പിന്നാലെ പലപ്പോഴും പോയി അപകടത്തിൽപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഇഷ്ടമില്ലാത്ത പുസ്തകം കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരുന്നത്. പുസ്തകത്തിൻ്റെ കെട്ടും മട്ടും അതിനെക്കുറിച്ചുള്ള അവദാനങ്ങൾ, അതിന് കിട്ടുന്ന അവാർഡുകൾ, അതൊരു ഈ അവാർഡുകളെ കുറിച്ചൊക്കെ ആൾക്കാർ എന്താ വിചാരിച്ചിരിക്കുന്നത് അറിയില്ല. പക്ഷേ അതിൻ്റെയൊക്കെ വഴികളൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ പുസ്തക പ്രസാധനത്തിൻ്റെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ഒരാൾ. അത് വെച്ച് നോക്കും. ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വാർത്ത വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊക്കെ എടുക്കാം സാഹിത്യ വിമർശനത്തിൻ്റെ അവധിയാണ്. സാഹിത്യ വിമർശനം ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള സാഹിത്യ വിമർശനം ഒരു പരിധിവരെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. വായനക്കുറിപ്പുകൾ നന്നായിട്ട് വരുന്നു. പക്ഷേ ആ വായനക്കുറിപ്പുകൾ പലതും ഇപ്പോൾ നിർമ്മിക്കപ്പെടുന്ന വായനക്കുറിപ്പുകളൊക്കെ ആയിട്ട് മാറുന്നുണ്ട്. എല്ലാത്തിനും ഒരു അവധിയും വരുമല്ലോ. അതുണ്ട്. പുസ്തക ചർച്ചകളൊക്കെ തന്നെ ഈ വായന കൂട്ടായ്മകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളൊരു നല്ല പ്രവണതയായിരുന്നു. പക്ഷേ അതൊക്കെ ഇങ്ങനെ വഴിതെറ്റി പോവുകയാണ് ഈ ഒരു വ്യാപാര താല്പര്യത്തിൻ്റെ പിന്നാലെ. ഈ സാഹിത്യ വിമർശനം അതിശക്തമായിട്ടുണ്ടായിരുന്ന കാലത്ത് വായനക്കാരന് പരിപൂർണമായിട്ടും ആ ഒരു വായന ഇപ്പോൾ മാതൃഭൂമിയിലെ വളരുന്ന സാഹിത്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറിപ്പുകൾ മാത്രമാണ്. എങ്കിൽ പോലും അതിന് വലിയ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം ഉറപ്പിച്ചു. കാരണം വെച്ചാൽ ഒരു പുസ്തകം മേടിച്ച് കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിൻ്റെ പൈസയിൽ വലിയൊരു നീക്കിരിപ്പാണ്. അത് കൊടുത്ത് പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഒരു ധാരണ ഉണ്ടാക്കണം എന്നുള്ളൊരു, അതും വെറും ഒരു ചട്ടിമിടുക്കുള്ള പരസ്യമല്ല, ഉത്തരവാദിത്തപ്പെട്ടൊരു വിമർശകനിൽ നിന്ന് അതിൻ്റെ കുറിച്ചൊരു അറിവുണ്ടാവുള്ളൂ. എന്നാൽ അതിനുള്ളൊരു സാധ്യത ഇല്ല എന്നുള്ളതാണ്. അത് ഈ പത്രക്കാരെയും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഈ പുസ്തകങ്ങളുടെ പെരുപ്പം കാരണം എല്ലാവരും ആവശ്യപ്പെടുകയാണ് എൻ്റെ പുസ്തകത്തിനെ കുറിച്ച്. അപ്പം റിവ്യൂ വരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരതൊക്കെ അവസാനിപ്പിച്ചു. ഇനി അങ്ങനെ ഒരു സംഭവം വേണ്ടത് സിനിമയെ കുറിച്ച് ആവശ്യപ്പെടുമ്പോൾ അതല്ല. അപ്പം ഞാൻ കുറെ കൂടി അത് അറിയുന്നു. അപ്പൊ അട്ടമൊക്കെ പുസ്തകം വന്നു നിങ്ങളോട് തന്നെ പറയാണ് ഇത് റിവ്യൂ ഒന്നും എഴുതിയിട്ട് റിവ്യൂല് വിശ്വാസമില്ലാണ്ട് റിവ്യൂല് പോലും വിശ്വാസമില്ലാണ്ട് അപ്പൊ അയാളുടെ റിവ്യൂ വന്നു, DTP വരുന്നു, നമ്മൾ നേരെ അത് കൊടുക്കും. സാഹിത്യ അഭിപ്രായമായിട്ടല്ല വരുന്നത്. സാഹിത്യ വിമർശകൻ പ്രൊമോട്ടറായി. അയാള് എഴുത്തുകാരന്റെ PR ആയി. എന്നോട് തന്നെ ഒരിക്കൽ കാട്ടൂർക്കടവ് എഴുതിയ സന്ദർഭത്തിൽ അങ്ങനെ അടുത്ത് ഒരു വായനക്കാരി വന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കാട്ടൂർക്കടവ് വായിച്ചു. അപ്പോൾ വായിക്കുന്നതിന് മുമ്പ് ഞാൻ ആ നോവൽ വായിക്കേണ്ടെന്ന് വിചാരിച്ച് മാറ്റി വെച്ചിരുന്നതാവില്ല. അതിന് ഒരു നിഷ്കളങ്കമായിട്ട് പറഞ്ഞു എനിക്ക് രാഷ്ട്രീയം ഒന്നും മനസ്സിലായില്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യമില്ല. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ പടവും അതൊക്കെ പടം കൂടി കണ്ടപ്പോൾ ഇതൊരു രാഷ്ട്രീയമാണ്, പിന്നെ രാഷ്ട്രീയ നോവൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ ഒരു വിഷയമല്ലാത്ത കാരണം ഞാൻ വായിച്ചില്ല, മാറ്റി വെച്ചു. പിന്നെ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ വിളിച്ചത്. എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വായനാ സമൂഹത്തിന് വന്നിട്ടുള്ള മാറ്റം, പണ്ട് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വായനക്കാരെന്ന് പറഞ്ഞാൽ അതൊരു ഏത് കൃതിയായാലും അപ്പോൾ അതിൽ പ്രത്യക്ഷമായി രാഷ്ട്രീയം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, അതിനെ രാഷ്ട്രീയമായിട്ട് വായിക്കുന്ന ഒരു സമീപനമാണ് കേരളീയർ പുലർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിനില്ല, ഒരു അരാഷ്ട്രീയ വായന വന്നു കിട്ടുന്നത്. നമ്മളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്തെ സംബന്ധിച്ചുള്ളൊരു വിഷയമാണ്. ഇപ്പോൾ വേഗത്തിൻ്റെ ഒരു കാലമാണല്ലോ, എല്ലാം വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മാറ്റങ്ങളൊക്കെ അതിവേഗം.
ശാസ്ത്ര സാങ്കേതിക മേഖലയിലാണ് അത് ഏറ്റവും കൂടുതലായിട്ട് പ്രതിഫലിക്കുന്നത്. അഭിരുചികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളിലും ഒക്കെ തന്നെ അതിവേഗം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ അഭിരുചികൾ എന്ന് പറയുമ്പോൾ വായനയിലുണ്ടാകുന്ന അഭിരുചികളും പ്രധാനമാണ്. നമ്മൾ എഴുതി ഇപ്പോഴുള്ളൊരു സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി അപ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ എഴുതാൻ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നിട്ട് ഒരു ഗുണം അതാണ്. ഞാനിപ്പോൾ അധികം സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ പോയി പ്രിൻ്റ് ചെയ്ത് ഒരു ലേഖനമായിട്ടൊക്കെ ഒരു 2 മാസമോ 2 ആഴ്ചയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും കാലം മാറിയിട്ടുണ്ടാവും, വിഷയം മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രശ്നം അവസാനിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ സമൂഹത്തിൻ്റെ മുമ്പാകെ അത് കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഒരു ഗുണം. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള നിരീക്ഷണങ്ങളല്ലേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ കഥയിലേക്ക് വരുമ്പോൾ നോവലിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ചും എന്തായാലും അതിനുവേണ്ടി ഒരു കാലം എടുക്കും. നോവലിനെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടിയുള്ള പഠനങ്ങൾ ഇപ്പോൾ അഷ്ടമൂർത്തിയും ഒക്കെ തന്നെ പുതിയ നോവൽ എഴുതുന്ന സമയത്ത് എത്രയോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പഠനം കഴിഞ്ഞിട്ട് എഴുത്ത് കഴിഞ്ഞ് റീറൈറ്റിംഗ് അങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി വരുമ്പോൾ കുറച്ച് എന്തായാലും സമയമെടുക്കും. അപ്പോഴേക്കും സമൂഹത്തിൻ്റെ അഭിരുചികളും അതുപോലെ തന്നെ വായനക്കാരൻ്റെ താല്പര്യങ്ങളും ഒക്കെ തന്നെ മാറും. നമ്മുടെ വിഷയങ്ങൾ തന്നെ പെട്ടെന്ന് പഴഞ്ചനായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല പ്രശ്നങ്ങളും പെട്ടെന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഭൂകമ്പമായിട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ പോലും പിന്നെ അത് ഒരാൾക്ക് ഓർമ്മയില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സമയത്ത് പഴയ കാലത്ത് എഴുത്തുകാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ അവൻ്റെ അഭിരുചി, അല്ലെങ്കിൽ അവൻ്റെ ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ ഒക്കെ തന്നെ കുറേ കാലം ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സംഗതി. ഇവ പെട്ടെന്ന് മാറുമ്പോൾ അത് എഴുത്തിലുണ്ടാക്കുന്ന പ്രതിസന്ധി എന്താണെന്നുള്ള ഒരു വിഷയം. പണ്ടത്തെ ഈ പറഞ്ഞ കാര്യം തന്നെ ഒരു 50 വർഷം മുമ്പ്, ഒരു 50 കൊല്ലം കൊണ്ട് സംഭവിക്കുന്ന മാറ്റം ഇപ്പോൾ അതൊരു 5 വർഷം കൊണ്ടാണ്. ഇപ്പോൾ 5 വർഷം കൊണ്ട് ഉണ്ടാക്കുക. ഒരു വർഷം കൊണ്ട് ഏതാനും ആഴ്ചകൾ കൊണ്ട് മാറുന്നുണ്ട്. ശരിക്കും നമ്മൾ അന്തം വിട്ടിരിക്കുകയാണ്. തലമുറകൾ തമ്മിലുള്ള ഇതും പണ്ട് തലമുറകളൊരു വല്ല തലമുറ കഴിഞ്ഞ് മറ്റേ എനിക്ക് 50 കൊല്ലത്തിൻ്റെ ഇവിടെ കാലം കഴിഞ്ഞിട്ടാണ് അടുത്ത സംഘർഷങ്ങൾ തുടങ്ങി. ഇപ്പം അതല്ല. ഇപ്പം അത് കുറഞ്ഞിപ്പോൾ അടുത്ത കാലത്ത് എടുത്ത 10 വർഷം. ഇപ്പം അത് 10 വർഷം വേണ്ട. തമ്മിലുള്ള ഈ ബന്ധം എല്ലാ വർഷവും മാറി തിരിച്ചറിയാൻ വേണ്ടി കുട്ടികൾക്ക് പരസ്പരം ഇവിടെ ഭാഷ മനസ്സിലാവേണ്ടത് തുടങ്ങി. ഭാഷ പോലും മനസ്സിലാവേണ്ടത് അതാണ് ശരിക്കും. അത് ഭയങ്കര ഒരു പ്രശ്നമായി. കമ്മ്യൂണിക്കേഷനിൽ വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ എൻ്റെ മകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ മകളുടെ ഫസ്റ്റ് കസിൻസ് ആയിട്ടുള്ള സഹോദരന്മാരുടെ മക്കളൊക്കെ ആയിട്ടുള്ള അവർ തമ്മിലൊരു 10 വർഷത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞത് എനിക്കിപ്പോൾ അവരുടെ സംസാരം ഉണ്ടാവും മനസ്സിലാവില്ല. അവരത്രയും ഇതായിട്ടുള്ള പുതിയ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലൊന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ ഒരു പഴയ 2 ജനറേഷനിൽ ഇടപെട്ടിൽ പെട്ടുപോകേണ്ടതില്ല, തിങ്ങിപ്പോണ്ട്. പക്ഷെ എഴുത്ത് എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നത്, എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം എഴുത്ത് അത്ര ദ്രുതഗതിയിൽ നടക്കേണ്ട ഒരു സംഭവമല്ല. ഈ ഉടനെ റെസ്പോണ്ട് ചെയ്യണതല്ല എഴുത്ത്. അത് നമ്മളൊരു കാലഘട്ടം നമ്മളിങ്ങനെ ആലോചിച്ച് അത് കടന്നുപോയി കാലഘട്ടത്തിന് ശേഷം നമ്മൾ എഴുതുന്നത് ഒരു പക്ഷേ. ഞാൻ ഇപ്പോൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന നോവൽ, ഇപ്പോൾ ഏറെക്കുറെ എഴുതി കഴിഞ്ഞിട്ടുള്ള നോവല് 80കളിലും 90കളിലും, 1980 തൊട്ട് 95 വരെയാണ് ഏകദേശം ഈ പൈങ്കിളി മാവാരികളുടെ പ്രസ്ഥാനം ഉണ്ടായത്. അതിപ്പോൾ ഇല്ല. അപ്പോൾ നമുക്ക് മലയാളം മാത്രമേ ബാക്കി നിൽക്കില്ല. ബാക്കി എല്ലാം ഇത് കൂട്ടിപ്പോയി കുറച്ച് കാലത്ത്. പക്ഷെ അന്ന് അതിനെക്കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയം 15 കൊല്ലം പിടിച്ചു. ഇപ്പോൾ ഈ കാലത്ത് 15 കൊല്ലം പിടിക്കില്ല. പല ടെക്നോളജി വന്നിട്ട് ചില പ്രസ്ഥാനങ്ങളൊക്കെ അപ്പോൾ ചെറിയപ്പോണുണ്ട്. അപ്പോൾ ആ 15 കൊല്ലം അത് അന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. എഴുത്തുകാരൻ അങ്ങനെ വൈകാര്യപ്പെട്ട കാര്യമില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാം, എന്ത് സംഭവിച്ചു, ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ ഒക്കെ അന്വേഷിച്ചിട്ട് എഴുതേണ്ട വളരെ സാവകാശം ചെയ്യേണ്ട ഒരു എഴുത്തുകാരൻ അതിലൊട്ടും ഈ പരിഭ്രമിക്കേണ്ട കാര്യമില്ല. അതിൽ ഞെട്ടിക്കൊണ്ടതോ അല്ലെങ്കിൽ അതിന് ഒപ്പം ചാടി നോക്കേണ്ട കാര്യമില്ല. എന്താ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് മുന്നിൽ എഴുതി വരുന്ന സാധനം അങ്ങനെയൊക്കെ നൈമിഷികമായിട്ട് അവസാനിക്കും. അങ്ങനെയുള്ള എഴുത്തല്ല ശരിക്കും പറഞ്ഞാൽ. കുറേ നീണ്ടു നിൽക്കുന്ന കുറേ കാലം ചിന്തിപ്പിക്കുന്ന നിലനിൽപ്പുള്ള സാഹിത്യ സൃഷ്ടിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പം ഈ ഒരു കാര്യം എഴുത്തിനെയും ബാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അത് നോവലിനെ പറഞ്ഞ് കൃഷ്ണമൂർത്തി പറഞ്ഞാൽ കുറേ നമുക്കത് മറ്റേ അഭിപ്രായങ്ങൾ. പക്ഷേ ഒരു കഥയിൽ നമുക്ക് അങ്ങനെ ഒരു കാലത്തെ അടയിരുത്തി കാത്തു വെച്ച്
ഉള്ളൊരു സാവകാശം ഉണ്ടോ? ഈ മാറുന്ന ഈ അതിവേഗമായിട്ടുള്ള കാലം, പുതിയ ട്രെൻഡുകൾ വരുന്നു, പുതിയ ഭാഷ വരുന്നു, പുതിയതാണെന്ന് പറഞ്ഞുകൂടാലോ. ഒക്കെ അടിസ്ഥാനപരമായിട്ട് ഈ ജീവിതത്തിന്റെ ഇതൊക്കെ മഷി പറഞ്ഞതല്ലോ. പക്ഷെ പുതിയ ആളുകൾക്ക് അതിന് പുതിയ ഭാഷയും വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അപ്പൊ ആ ഒരു സമയത്തെ നമ്മൾ എങ്ങനെ കീഴടക്കും? പുതിയ അനുഭൂതിയിലേക്ക്, പുതിയ അനുഭവങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോവലൊക്കെ അതിനകത്തൊരു വലിയ കാലത്തിന്റെ കാത്തിരിപ്പും വലിയ പഠനവും അന്വേഷണമൊക്കെ വേണം. എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു കൃതിയായിട്ട് അത് പുറത്തേക്ക് വരും. അതല്ലാത്ത തരത്തിലുള്ള എഴുത്ത് ഒരു കഥയിൽ എങ്ങനെ അത് സംഭവിക്കും? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? അത് ഇതുവരെ ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് എന്നെ പറ്റിയിട്ടില്ല പറയാനില്ല, എന്നെ പറ്റിയിട്ടില്ല പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു വിഷയം ആലോചിച്ച് കഴിയുമ്പോഴേക്ക് അത് വിഷയം ആലോചിച്ചാൽ എഴുതി കഴിയുമ്പോൾ ചിലപ്പോൾ 2 കൊല്ലം കഴിയും. ഇപ്പം ഈ കണക്ക് പ്രകാരം 2 കൊല്ലമൊന്നും നമുക്ക് ആവില്ല. അപ്പം എക്സ്റ്റംബറായിട്ട് നമുക്കത് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ എഴുത്ത എന്തെങ്കിലും കാര്യത്തിൽ കഥയും അങ്ങനെ എളുപ്പമല്ല. എനിക്ക് ഇങ്ങനെ തോന്നില്ല. നമുക്കിങ്ങനെ ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ മൂശയിലിട്ടിട്ട് തന്നെ ഒരു പുറത്തേക്ക് വരാനുള്ള സമയം കിട്ടിക്കുമ്പോൾ തന്നെ മാസങ്ങളിൽ ചിലപ്പോൾ കഴിഞ്ഞു വരും. ചിലപ്പോൾ നമ്മൾ എഴുതാതെ പോകാറുള്ളൂ അല്ലേ? നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പോയിന്റ് നമുക്കത് തോന്നി ഇത് എഴുതാൻ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഇത് പറഞ്ഞാൽ അപ്രസക്തമായിട്ട് ഇതാണ് കേട്ടോ. ചിലപ്പോൾ ഒരു പക്ഷേ അത് ഇതിന് അപ്രസക്തമായിട്ട് നമുക്ക് ഇപ്പോൾ ഇത് ആർക്കും താല്പര്യമില്ല. അങ്ങനെ വലിയൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ഈ ടെക്നോളജി വന്ന് പിന്നെ പലതും നമുക്ക് മൊബൈൽ ഫോൺ വന്നു പിന്നെ തന്നെ ഈ പല കഥകളും ഇല്ലാണ്ടായി വെച്ച് നമ്മളെ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ പെട്ടെന്ന് എടുക്കുകയാണല്ലോ. ഒരാൾ അന്വേഷിച്ചു പോകുന്ന കൂടെ ഒരു അർത്ഥമില്ലല്ലോ. എന്താ വെച്ചാൽ പെട്ടെന്ന് കിട്ടുന്നത്. ഇപ്പോൾ കഥകളുടെ ടീം മാറി തുടങ്ങി. അപ്പോൾ ആണ് എനിക്ക് ഇതൊട്ടും ഈ അതിനെ പക്ഷേ എൻ്റെ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. എനിക്കത് ഞാൻ പറയാതിരിക്കാൻ എന്താ വെച്ചാൽ എന്നെ കുറേ നയിച്ചുകൊണ്ട് ഇത് കോളം എഴുത്തായിരുന്നു. കോളം എഴുതുമ്പോൾ അത് ഞാൻ കഥ എഴുതുന്ന പോലെ സന്തോഷിച്ചില്ലെങ്കിൽ അത് ആസ്വദിച്ച് എഴുതിയൊരു കഴിഞ്ഞ 10 കഥകളേക്കാൾ കൂടുതൽ ഞാൻ കോളം എഴുതിയിട്ടുണ്ട്. അതെ, കഥ നിന്ന് നിലച്ചു പോയ സമയത്ത് ഞാൻ കോളം അങ്ങനെ രക്ഷിച്ചതെന്ന് പറയാം. കോളം എഴുത്ത് നല്ലതാണോ ചീത്തയാണെന്നൊന്നും പറഞ്ഞതിന് വലിയ അർത്ഥമില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ആൾക്കാരെ കോളമിസ്റ്റായിട്ട് ആ ഒരു പക്ഷേ എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊരുണ്ട്. ഇയാൾ കഥ എഴുതിയിരുന്നു ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതിന് ഇത് വളരെ പ്രധാനമാണ്. ഈ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവം നമ്മൾ ഈ ആഴ്ചത് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ആ എഴുത്ത് നിലനിന്നില്ല എന്ന് പറയാം കേട്ടോ. ഈ പുസ്തകമായിട്ട് വരുമ്പോൾ ചിലപ്പോൾ ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത. പക്ഷെ നമ്മൾ ചെറിയ ഫുട് നോട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കഥകളിൽ കൂടി ഇല്ല വേറെ പല എഴുത്തുകളും നടക്കുന്നുണ്ട്. അതുവഴിക്ക് നമുക്ക് ഇതൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. കഥയിൽ വരില്ല. ഇതിലിപ്പോൾ ഈ എഴുത്തുകാരൻ്റെ നിലനിൽപ്പിൻ്റെ ഒരു വിഷയമുണ്ട് ഈ അതിവേഗതയിൽ. കഴിഞ്ഞ ദിവസം രാജനുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പൊന്നാനിയിൽ ഹരികുമാറിൻ്റെ കഥകളെ കുറിച്ചുള്ള ചർച്ച നടന്ന സമയത്ത് മോഹന മാഷ് ഒരു കാര്യം പറഞ്ഞു. അവിടെ പ്രധാന ചർച്ച നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരികുമാർ എത്ര കണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ സമൂഹം അംഗീകരിച്ചിട്ടുണ്ട്, പ്രസിദ്ധിയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരു കഥാകൃത്തിൻ്റെ കാലം അവൻ തിളങ്ങുന്നൊരു കാലം എത്ര കണ്ടുണ്ടാവും എന്നുള്ളത്. അതായത് അവൻ്റെ തലമുറ എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് തലമുറയുടെ ഒരു കാലം എന്നൊക്കെ പറയുന്നത് അങ്ങനെ ദീർഘമായൊരു കാലമാണ്. അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഒരാൾ അയാൾ വെളിച്ചത്തിൽ നിന്നും മാറിപ്പോകാനായിട്ട് കുറച്ച് ദിവസം വേണ്ട വേറെ ആൾ കയറി വന്നു. മണിക്കൂറുകൾക്കകത്ത് ഒരു പുതിയ കഥാകൃത്ത് കയറി വന്നു. ഈ സിനിമയിലൊക്കെ താരങ്ങൾ സിനിമയിൽ പഴയകാലത്ത് ഈ പ്രേമനസീർ നിന്നവരും മമ്മൂട്ടി മോഹൻലാൽ നിന്നവരൊന്നും പുതിയ നടന്മാർ നിൽക്കില്ല. നടികളുടെ കാര്യം ഇപ്പോൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഒരു സിനിമയ്ക്ക് ഒരു നടി എന്നുള്ള മട്ടിലായി കഴിഞ്ഞു. അതുപോലെ കഥയിലും അതുപോലെ തന്നെ ട്രെൻഡുകൾ മാറുന്നു, അഭിരുചികൾ മാറുന്നതിനനുസരിച്ച് എഴുത്തുകാരനും മാറിക്കൊണ്ടിരിക്കുകയാണോ എന്നുള്ളൊരു വിഷയമുണ്ട്. ഇവിടെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്തിന് നമ്മൾ കണ്ടെടുക്കുന്ന മെറ്റീരിയൽ എല്ലാം കഥയ്ക്കും നോവലിനും വിഷയമല്ലല്ലോ. അതൊരു ശാശ്വത മൂല്യം പഴയ കാലത്തെ മാരാരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാശ്വത മൂല്യം ഉണ്ട് എന്ന് തോന്നുന്നതാണ് ശരിക്കും എഴുത്തിൻ്റെ ഒരു വിഷയമാവേണ്ടത്. പക്ഷെ ശാശ്വത മൂല്യം ഉള്ള വിഷയങ്ങൾ ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നു എഴുത്തുകാരുടെ ഈ ഭാഷയിൽ സ്റ്റാമിനയുടെ ഒരു വിഷയമുണ്ട്. അല്ലാതെ സ്റ്റാമിന നിലനിൽക്കാനുള്ള എഴുതാനുള്ള ഒരു സ്ട്രെങ്ത് ഏത് നൽകിയാവട്ടെ. അപ്പോൾ പറയാം അതേ തീവ്രതയിലൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് പെട്ടെപ്പോഴും കഥ എഴുതുന്നു, 90 വയസ്സ് കഴിഞ്ഞിട്ട് എഴുതുന്നു. അല്ലെങ്കിൽ ആ തലമുറയിൽ വലിയ സേതു പോയി അടുത്ത് എഴുതിയിരിക്കും, 3 എഴുതുന്നു. അവരൊക്കെ ഇപ്പോഴും എഴുതുന്നുണ്ട്. അവരുടെ കഥകളും ഇന്നത്തെ കാലത്ത് അവർ ആ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്, അഭിസംബോധന ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ പുതിയ എഴുത്ത് നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഒരു വായനയുടെ പരിചയം വെച്ച് തോന്നുന്നു. ഇന്നത്തെ ഒരു പുതിയ ഏറ്റവും പോഷിക്കപ്പെടുന്ന ഒരു കഥാകൃത്ത് പോലും പിന്നീട് വേറൊരു കഥയായിട്ട് വരുമ്പോഴേക്കും അയാളെ മറന്നുണ്ടാവും. കാരണം അയാൾ അത്ര എഴുതിയിട്ടുള്ളൂ. 1-2 കഥകളുണ്ട് ഈ ലോകം
വായനക്കാരുടെയും എവിടെയും നിലനിൽപ്പില്ല. പക്ഷെ ഈ തലമുറ അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും നിൽക്കുന്ന പരിചിതമായിട്ടുള്ള തലമുറകളുടെ ഒന്നും എഴുതാം. അവർ സ്ഥിരമായിട്ട് എഴുതുന്നു എന്നുള്ളത് പറഞ്ഞ വലിയ കാര്യമാണോ? എപ്പോഴും എഴുതണോ? എല്ലാ കാലത്തും എഴുതിക്കൊണ്ടിരിക്കലാണോ? അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ മറുവശമാണോ? കൂടുതൽ വായിക്കപ്പെടുന്നതാണോ നല്ല സാഹിത്യം, കൂടുതൽ എഡിഷൻ? അതല്ല, എഴുതാനൊരു സ്റ്റാമിനി, കരുത്ത്, അതിന് എന്താ പറയുക, സമൂഹത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും സ്വാംശീകരിക്കുന്ന അനുഭവങ്ങളും ഒരു വിഷയമാണ്. ഈ ഒരു തലമുറയിൽ അങ്ങനെ വളരെ കണ്ടംപററി ആയിട്ട് ഇന്നത്തെ എന്തോ പറയുന്നു, നാളേക്ക് അവൻ തന്നെ സ്വയം പ്രസക്തമായി പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇന്നത്തെ എഴുത്ത് തോന്നുന്നത്. സമൂഹത്തില് ഈ എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവണം, എല്ലാ തലമുറകളും നിലനിൽക്കണം എന്ന് പറഞ്ഞുള്ളൊരു രീതിയുണ്ട്. നമ്മുടെ പത്രസ്ഥാപനങ്ങളൊക്കെ പണ്ടുകൊണ്ടിലെ പിന്തുടരുന്നതാണ്. എല്ലാ തലമുറകൾക്കും ഒരു അവസരം കൊടുക്കണം, ഒരു സമതുലിതാവസ്ഥ. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, പണ്ട് കാലത്ത് KC നാരായണ മാതൃഭൂമി പത്രത്തിൻ്റെ വാണിജ്യ വകുപ്പിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന കാലത്ത് അന്ന് സ്റ്റോറി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് TV വർക്ക് അവിടെ ഉണ്ടാക്കി. അപ്പോൾ TV വർക്ക് സ്റ്റോറി സൊസൈറ്റി ഉണ്ടാക്കി KC നാരായണ ആദ്യം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് TV വർക്ക് കഥാകൃത്താണ്. പക്ഷേ TV വർക്കിലെ കഥകളിൽ വേണ്ടത്ര രീതിയിൽ മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം അയാൾക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിന്ന് സ്റ്റോറി സൊസൈറ്റി ഉണ്ടാക്കിയത്. അപ്പോൾ KC നാരായണനെ വിളിച്ചു കൊണ്ടുവന്നു. ഏതാണ്ട് KC നാരായണനോട് വിചാരണയായിരുന്നു അത്, എന്തുകൊണ്ട് ഞങ്ങളുടെ കഥ പ്രസിദ്ധീകരിക്കുന്നില്ല. കുറേ കുറ്റങ്ങളൊക്കെ പറഞ്ഞു. അതായത് മാതൃഭൂമി വായിച്ചവർക്ക് പണ്ട് 2 കഥകൾ കൊടുക്കാറുണ്ട്, ഇപ്പോൾ ഒരു കഥയെ കൊടുക്കുന്നുള്ളൂ, അപ്പോൾ എല്ലാവരുടെയും കഥ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ KC ഒരു വിശദീകരണം അവസാനം കൊടുത്തപ്പോൾ പറഞ്ഞു, മാതൃഭൂമി വായിച്ചവർക്ക് കഥ പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് പല പരിഗണനകൾ കൊടുക്കേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് മലയാളത്തിൽ ഇപ്പോൾ പല തലമുറയിലെ കഥാകൃത്തുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പുതിയ തലമുറ ഉപേക്ഷിക്കാൻ പറ്റില്ല. അതിലേറ്റവും നല്ല എഴുത്തുകാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഒരു നമ്മുടെ ഉത്തരവാദിത്തമല്ലേ. അതുപോലെ തന്നെ വളരെ പ്രസിദ്ധരായിട്ട് ഇപ്പോൾ ലൈറ്റിലുള്ള വളരെ സജീവമായിട്ട് എഴുതുന്ന ഒരു തലമുറയുണ്ട്. അവർ നിർബന്ധമായിട്ട് അതിൽ കൊണ്ടുവരണം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ T. പത്മനാഭൻ്റെ കാര്യം. T. പത്മനാഭൻ അതുപോലുള്ള ചില എഴുത്തുകാരൊക്കെ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കഥകൾ ആളുകൾ വായിക്കുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതല്ല വിഷയം. അവരിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അവരിപ്പോൾ എഴുതുന്ന കഥകൾ എന്താണ്, അത് ശരിയാണ്, അവരിപ്പോൾ എഴുതുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് സമൂഹത്തിന് വിലയിരുത്താൻ അവരുടെ കഥകൾ കൊടുക്കേണ്ട ബാധ്യത ഇന്നാണ്. അപ്പം ആ ഒരു മര്യാദ പത്രസ്ഥാപനങ്ങൾ പുലർത്തുന്ന കാലത്താണ് ഈ നിലനിൽപ്പുണ്ട വിഷയമുള്ളൂ. ഈ വീക്കെൻഡ് പറയാറുണ്ടല്ലോ, നമ്മൾ കുറേ ആൾ എഴുതിയില്ലെങ്കിൽ ജനം മറന്നോ എന്നെ എന്നിങ്ങനെ പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ ധാരാളം എഴുതിക്കൊണ്ടിരിക്കണം, ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാവണം നമ്മൾ എവിടെയും. അപ്പോൾ ആറ്റൂർ വരുമ്പോൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ആറ്റൂർ വരുമ്പോഴുണ്ട്, താനിങ്ങനെ കുറച്ച് 1-2 കഥകളൊന്നും കൊല്ലത്തിൽ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല, താൻ എഴുതിക്കൊണ്ടേയിരിക്കണം. നല്ലത് ചെയ്തൊന്നുമില്ല, തൻ്റെ പേരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ആരും വായിക്കില്ല, പക്ഷെ നിരൂപമാരും വായിക്കില്ല. പക്ഷെ നീ ഒരു എഴുത്തുകാരനാണ്, എഴുത്തുകാരല്ലോ. അത് വലിയൊരു ഘടകം. രാജ്യം പറഞ്ഞ ഒരു പോയിന്റ് അതാണ്. നമ്മൾ പെട്ടെന്ന് 1-2 കഥ എഴുതിയിട്ട് ജീവിക്കാൻ വിഷമം. അവരിപ്പോൾ എഴുത്തും കിട്ടില്ല. ഞാൻ കഥ എഴുതിയിട്ടോ മറ്റുള്ളവരെ വിളിച്ചു പറയുന്നത് എഴുതിയിട്ട് വന്നു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. ഇതൊക്കെ എഴുത്തുകാരൻ നേരിടുന്ന വലിയ പ്രതിസന്ധികളാട്ടോ. നമ്മൾ നല്ലത് മാത്രമേ എഴുതുള്ളൂ. ഇപ്പോൾ വിട്ടലി ദിവസം ആകെ 10-12 കഥ. അതെ, അങ്ങനെ ആ കഥകൾ നിലനിന്നു. പക്ഷെ ഇന്നേക്ക് വിടുന്ന അത്ര എളുപ്പമില്ല. അത് വിക്ടർ ലീൻസിന്റെ ഒരു പ്രത്യേക പരിവേഷം വെച്ചിട്ട് അയാളുടെ മരണം കേട്ട് പിന്നെ കഥകളുടെ പ്രത്യേകത കൊണ്ടൊക്കെയാണ് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നത്. ആലോചിക്കില്ല. ഇല്ല, അത് ശക്തമായിട്ട് കഥയിൽ വരെയും പിന്നീട് എവിടെയും നിൽക്കാനും ഹരികുമാറിനെ നമുക്ക് ശരിക്കും ബഹുമാനിക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ അത് ആ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് വരാറില്ല. എത്ര കാലമായിട്ട് അതിൻ്റെ ഉള്ളിലാണ്. പക്ഷേ സമൂഹം നിരീക്ഷയിൽ ഇപ്പോൾ ആൾക്കൊരിക്കലും വിഷയത്തിന് പഞ്ഞം കിട്ടിയിട്ടില്ല, പഞ്ഞം വന്നിട്ടില്ല. ഇഷ്ടം പോലെ അപ്പം വിഷയങ്ങളിങ്ങനെ വളരെ ഹൃദയസ്പൃക്കായിട്ട് എഴുതുകയും ചെയ്യുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്രകളൊന്നും ഇല്ല പലപ്പോഴും. നമ്മൾ ഈ വീക്ഷണ പഠിത്തം തന്നെയാണ് ഇത് എഴുത്തിൽ. പക്ഷേ ഈ പറഞ്ഞ നിർഭാഗ്യപരമായ കുറച്ചിപ്പോൾ ഹരികുമാറിൻ്റെ കഥകൾ നമ്മൾ വേണ്ട പോലെ വിലയിരുത്തിയിട്ടില്ല. സത്യമാണ്. മുണ്ടൂർ ഭാഷ കഥകളിലൊക്കെ ചരിത്രത്തിൽ ചിലപ്പോൾ മാഞ്ഞു പോകുന്ന ചില പേരുകളാണ്. ഭയങ്കര അത് വലിയൊരു ദുരന്തമാണ് കേട്ടോ നമ്മുടെ സാഹിത്യത്തിൽ. ആരും എടുത്തു പൊക്കാൻ മുണ്ടൂർ ഭാഷ പഠിച്ചപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു അനുസ്മരണം പോലും. അത് ഈ പറഞ്ഞ വാക്കുണ്ട്, എടുത്തു പൊക്കുക അല്ലെങ്കിൽ എടുത്തു പറയാൻ ഒരാളില്ലാതെ പോകുന്ന, അനാഥരായി പോകുന്ന. ഇതിപ്പോൾ ആർക്കും വരാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ സാംസ്കാരിക രംഗത്ത് സംഭവിച്ചിരിക്കുന്ന വലിയൊരു അപജയമാണ്. അതായത് ഇത്ര വലിയ കോൺട്രിബ്യൂഷൻ ചെയ്ത ഒരു എഴുത്തുകാരനാണെങ്കിലും അയാൾ മരിച്ചു പോവുകയും
അയാളുടെ അനന്തരാവകാശികൾ അതിൽ വേണ്ടത്ര ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ രംഗത്തുനിന്ന് പോകുമെന്ന് പറയുന്ന അത്രയും ഒരു നന്ദികേട് വാസ്തവത്തിൽ കേരളീയ സമൂഹം സാംസ്കാരിക രംഗത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിഷർ എന്നോട് പറഞ്ഞിട്ട് പുനത്തിൽ കുഞ്ഞാബ്ദുള്ളയുടെ കഥകൾക്ക് മാർക്കറ്റുണ്ട്. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജനകീയനായിട്ടുള്ള ആധുനിക ഘട്ടത്തിൽ ഏറ്റവും രസകരമായിട്ട് എന്തെഴുതിയാലും രസമുള്ള ഒരു എഴുത്തുകാരനല്ലേ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വേണ്ടത്ര രീതിയിൽ ചിലവാകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല. കാരണം കടമനിട്ടൊക്കെ ഇത് കാര്യമാകുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് തീപ്പന്തം കുളിച്ച് നടന്നാണല്ലേ കേരളത്തിൽ മുഴുവൻ. അത് ഭയങ്കര ഒരു കാര്യം. നിലനിൽപ്പ് പ്രത്യേകിച്ച് മരണത്തിന് ശേഷം നിലനിൽക്കുന്ന കുഴപ്പമില്ല. അപ്പോൾ ബഷീറിന് അങ്ങനെ കുറിച്ചൊക്കെ അത് വേറെ വഴിക്ക് നടന്നു. ഇല്ലെങ്കിൽ നടന്നത് പെട്ടെന്ന് ഇത് നഷ്ടപ്പെടും. അത് വലിയൊരു ഭീഷണിയുണ്ട് എഴുത്തുകാരനെപ്പോഴും. അല്ല, അങ്ങനെ ഞാൻ ഇപ്പൊ പട്ടത്തുള്ളയുടെ കഥകള് ഒരു കാലത്ത് വലിയൊരു വളരെ ലിമിറ്റഡ് സർക്കിളായിരുന്നു. പക്ഷെ എന്നാൽ പോലും അത് വേണ്ടതനുസരിച്ച് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പല അതിന്റെ അടിയിൽ പോവുകയുണ്ടായിരുന്നു. പുതിയ തലമുറയിലും സംഭവിക്കാം. നമ്മളിപ്പോ ഇത് കാര്യം സംസാരിച്ചതിന്റെ ഒരു ആകത്തുക എന്നുള്ള എനിക്കൊരു കാര്യമാണ് എനിക്ക് വയ്ക്കാറ്. ഒന്ന്, നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹ ജീവി എന്ന നിലയ്ക്ക് നമ്മൾ ഇടപെടുന്നു. കുറേ അനുഭവങ്ങൾ നമ്മൾ നേരിട്ടും അല്ലാതെയൊക്കെ ഉൾക്കൊള്ളുന്നു. അവരുടെ ഒപ്പം ജീവിക്കുന്നു, മനുഷ്യരുടെ ഒപ്പം ജീവിക്കുന്നു. ഇതൊക്കെ നമുക്ക് മൂന്ന് പേർക്ക് ഏറെക്കുറെ സമാനമാണ്. വ്യത്യസ്തതകളുണ്ടാവാം, ആക്കത്തൂക്കത്തിൽ മാറ്റങ്ങളുണ്ടാവാം. പ്രത്യേകിച്ച് അശോകൻ്റെ ആയാലും അഷ്ടമൂർത്തിയുടെ ആയാലും നിങ്ങളുടെ രണ്ടുപേരുടെയും കഥകൾ വായനക്കാരെന്നുള്ളതിൽ ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന പരിസരം, നിങ്ങൾ കണ്ടുമുട്ടുന്ന വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, അവരുടെ അനുഭവങ്ങൾ, അതൊക്കെ വളരെ സ്വാഭാവികതയോടുകൂടി കഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ മേന്മ. അതാണ് അതിൻ്റെ ഒരു റീഡബിലിറ്റിയുടെയും ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കും അറിയാം മനുഷ്യരെ, നമ്മളും ആ മനുഷ്യരുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അല്ലെങ്കിൽ ആ ജീവിതം നമുക്ക് അപരിചിതമല്ല. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ട് വരുന്നതാണോ, അഥവാ നമ്മൾ ഇത്തരം ആവിഷ്കാരമാണോ നമ്മുടെ ശരി? ഈ മനുഷ്യരെ കൂടി നമുക്കിതിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ എഴുത്തിന് കുറേ കൂടി റീച്ചോ, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ കുറേ കൂടി വായനക്കാരെ നമ്മളത് പ്രതീക്ഷിക്കും, ലഭിക്കും എന്ന് പറയുന്നൊരു മുൻവിധി അതിനകത്തുണ്ടോ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പരിചിത ചുറ്റുപാടുകളിൽ നിന്ന് സ്വാഭാവിക ജീവിത പരിസരമാണ് കഥകളിലും നോവലിലും ഒക്കെ നടന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ എഴുത്തിൽ. അത് വളരെ സ്വാഭാവികമായിട്ട് വരുന്നതാണോ, മുൻകൂട്ടിയുള്ള ചില തീരുമാനങ്ങളുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചില സ്റ്റാൻഡിൻ്റെ ഭാഗമായിട്ട്, ചില നിലപാടുകളുടെ ഭാഗമായിട്ട് നമ്മൾ അങ്ങനെ ഒരു എഴുത്തിലേക്ക് വരുന്നതാണോ എന്നതാണ് എൻ്റെ ഒരു സംശയം. രണ്ടുപേർക്കും ഈ ചോദ്യത്തോട് പ്രതികരിക്കാമല്ലോ. ഇപ്പോൾ ഇത് രണ്ടും ഉണ്ടാവും. ഒന്നാമത്തെ നമ്മളുടെ സ്വാഭാവികമായ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ എഴുതുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതാനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ജീവിതം മറ്റുള്ള ആൾക്കാർ അനുഭവിക്കുന്നത്, അതൊക്കെയാണല്ലോ നമ്മളുടെ ഒരു വിഷയമായിട്ട് വരുന്നത്. അതിലെല്ലാം നമ്മൾ തിരഞ്ഞെടുക്കുന്നതിൽ ചിലതാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ ചിലത് തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടേതായിട്ടുള്ള ഒരു താല്പര്യം, ആ താല്പര്യത്തെ സൃഷ്ടിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ആ താല്പര്യത്തെ സൃഷ്ടിക്കുന്നതിൽ നമ്മുടെ മനോഭാവം, ലോകവീക്ഷണം, അതുപോലെ തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ, വംശപരമായ താല്പര്യങ്ങൾ, വർഗപരമായ താല്പര്യങ്ങളൊക്കെ തന്നെ അന്തർലീനമായിട്ടുണ്ടാവും ഈ താല്പര്യം സൃഷ്ടിക്കുന്നത്. ഒരു മനുഷ്യൻ കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് മുഴുവൻ എഴുതുന്നില്ല. അതിപ്പോൾ റീഡേഴ്സ് ഏത് രീതിയിൽ അതിനെ പരിഗണിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, റീഡേഴ്സ് പരിഗണിക്കുന്നു എന്നുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന റീഡേഴ്സ് ആരാന്നുള്ളതാണ് അവിടെ വിഷയം. ഏത് വിഭാഗത്തിൽപ്പെട്ട റീഡേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ സമൂഹത്തിനോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ എഴുത്തുകാരൻ എന്നുള്ളതിൽ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏറ്റവും പുതിയ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നു, മറ്റാരും പറയാത്ത കാര്യങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാന അതിനൊരു നവീനതയ്ക്ക് ഒരു സാധ്യതയുണ്ടോ, അതാണ് ആ വിഷയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നവീനത തന്നെ വെറുതെ ഉണ്ടാകുന്നതല്ല. ആ നവീനത, ആ ഒരു വിഷയം സമൂഹത്തിന് ആവശ്യമുണ്ട്. ഇതൊന്നും വാസ്തവത്തിൽ ബോധപൂർവ്വം ഉണ്ടാകുന്നൊരു ഒരു സംഗതിയല്ല, ഒരു അബോധപൂർവ്വം നടക്കുന്നതാണ്. നമ്മൾ ആരാന്നുള്ളതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. നമ്മൾ ആരാണെന്ന് ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനോഭാവത്തിനും ജീവിത വീക്ഷണത്തിനും ഒക്കെ അനുസരിച്ചുള്ള അനുഭവങ്ങളാവും നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും കടന്നു വരിക. മറ്റത് കടന്നു വരികയില്ല, നമ്മൾ ചിലപ്പോൾ കാണുക തന്നെയില്ല. നമ്മളെ വളരെ അനുഭവിച്ചതായിരിക്കും, നമ്മൾക്ക് അത് നമ്മുടെ കഥയിലേക്ക് കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ
നമ്മൾക്ക് അത്രയും ഇൻറ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രസക്തിയായിട്ടുള്ള ഒരു വിഷയമായിരിക്കും നമ്മളെ നയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അശോകൻ്റെ കഥകൾ. അശോകൻ്റെ കഥകൾ നമുക്കറിയാം, കാട്ടൂർ പരിസരമായിട്ട് ഇങ്ങനെ വളരെ കാലം, പിന്നെ ഈവൻ നോവൽ പോലും അതിൽ ചുറ്റിപ്പറ്റിയിട്ടുള്ള. അശോകന് ഞാനും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം, ഞങ്ങളുടെ മാത്രം എടുക്കുകയാണെങ്കിൽ എൻ്റെ ഇതിൽ എൻ്റെ ദേശം തീരെ വരില്ല, വല്ല അപൂർവമായി തോന്നിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കതൊരിക്കലും അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈയിടെ മാതൃഭൂമി ഊരും പേരും എന്നൊരു തുടങ്ങിയില്ല, ഊരും പേരും എന്നുണ്ട് വീഡിയോ ആണ്. അപ്പോൾ അതിൽ പെരുവനംകുട്ടന്മാരെ എടുത്തു. അപ്പോൾ ആൾ വളരെ വിശദമായിട്ട് പെരുവനത്തിനെ കുറിച്ച് ഇങ്ങനെ ഇപ്പോൾ അടുത്ത എൻ്റെ അടുത്തേക്ക് വരേണ്ടത് തോന്നും. അപ്പോൾ എനിക്ക് ആറാട്ടോടെ കുറിച്ചൊന്നും പറയാനില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആറട്ടെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഞാൻ ആറട്ടായിട്ട് അങ്ങനെ ജനിച്ചതോടെയാണെങ്കിലും ജീവിതമായിട്ട് അതിന് വലിയൊരു ബന്ധമില്ല. അശോകൻ്റെ ജീവിതം പോലെയല്ല എൻ്റെ ജീവിതം. ഞാൻ വളരെ ഒതുങ്ങിക്കൂടി വളരെ കോളേജിൽ പഠിക്കുന്ന കാലത്തും എല്ലാ കാലത്തും ഞാൻ ഇങ്ങനെ ഈ ഉള്ളിലേക്ക് ഒതുങ്ങി ജീവിതമാണ്. അപ്പോൾ എന്നെ ഇൻസ്പയർ ചെയ്യുന്ന കഥാപാത്രങ്ങളൊന്നും സാധാരണ എനിക്ക് ഇപ്പോൾ ഈ ചുറ്റുവട്ടമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഞാൻ അല്ലാതെ പല സ്ഥലത്തുനിന്നും മനസ്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭൂകമ്പയിലത്തെ ജീവിതം എന്നെ കുറച്ച് സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എന്നെ സംബന്ധിച്ചത്. പക്ഷെ ഇതൊക്കെ അശോകൻ പറഞ്ഞ പോലെ തന്നെ നമ്മളത് കൽപ്പിച്ചു കൂട്ടിയിട്ട് ഇതിൻ്റെ ഒരു ദാർശനിക തലത്തിലേക്കൊന്നും പോകാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ വളരെ സ്വാധീനിച്ച ചില കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ കഥാസന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ അറിയാതെ വലിയ ഇതാവുക. പക്ഷേ പലപ്പോഴും എഴുതി തുടങ്ങും. ഇപ്പോൾ കത്തുള്ള കഥയാവില്ല അവസാനിപ്പോൾ നമുക്കൊക്കെ അറിയാമല്ലോ, അത് നമുക്ക് എഴുതിപ്പോൾ ആ ഒരു മുഹൂർത്തമാണ് കഥകളെ നമ്മൾ കൂടുതൽ അത് ഉദാത്താക്കി മാറ്റുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഭാഗത്തു നിന്ന് അങ്ങനെ വളരെ ആഴത്തിൽ കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും അന്വേഷിച്ച് പോവുകയാണ് പതിവ്. ഇതിൻ്റെ ഒരു ഒപ്പം ചോദിക്കാവുന്ന ചോദ്യം, നമ്മളിപ്പോൾ രണ്ടുപേരുടെയും പരിചിതമായില്ല. അപ്പോൾ രണ്ടുപേരെ ഞാൻ എന്നെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, തീർത്തും അപരിചിതമായൊരു പ്രദേശം അല്ലെങ്കിൽ അപരിചിതമായൊരു ജീവിതം ആഖ്യാനം ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ചില കാര്യങ്ങൾ നമുക്ക് കൂടി പറയാനുണ്ട്. നമ്മളെ കൂടി അത് മറ്റൊരു ചിലപ്പോൾ നമ്മുടെ വായനയിൽ നിന്നാവാം, അല്ലെങ്കിൽ നമ്മൾ കണ്ട ചില വിഷ്വൽസ് നിന്നാവാം, നമുക്കതും കൂടി നമുക്ക് പറയാനുണ്ട് എന്നൊരു ബോധ്യത്തിൽ തന്നെ എഴുത്ത് ഉണ്ടാകും. അതിനകത്ത് വലിയ ഗവേഷണം, പുതിയ രീതിയിലുള്ള പഠനം, ചിലപ്പോൾ യാത്രകൾ ഒക്കെ സംഭവിക്കുന്ന ചില എഴുത്തുകൾ ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പം പല നോവലുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില നോവലുകളൊക്കെ അങ്ങനെ ചരിത്രത്തിൻ്റെ ആയാലും പഴയ ലോകയുടെ എന്താ പറയുക യുദ്ധങ്ങളുടേതായ ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്, ഫിക്ഷനിലൂടെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ ശ്രമം, പഠനം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒരു ഊർജ്ജം ആവശ്യമുള്ള ഒരു എഴുത്തിലേക്ക് പോകാൻ ഉള്ളൊരു മനസ്സുകൊണ്ടോ അല്ലെങ്കിൽ ഭാവന കൊണ്ടോ സാധ്യമാണോ? ഈ വിഷയം ഇപ്പോൾ ഒരു ഗൗരവപ്പെട്ട ചർച്ചയില്ല അടുത്ത കാലത്ത്. ഈ നമ്മുടെ തിരുവനന്തപുരത്ത് മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു, അവിടെ വെച്ച് നടന്നുള്ള ഒരു നോവൽ ചർച്ചയിൽ ഈ ഇന്ത്യ വിട്ട് അല്ലെങ്കിൽ കേരളം വിട്ട് അവനവൻ്റെ അനുഭവ മേഖല വിട്ടിട്ട് മറ്റു രാജ്യങ്ങളെക്കുറിച്ചൊന്നാണ് ആശയം പറഞ്ഞത്. രാജ്യമായി കഴിഞ്ഞാൽ അത് വേറെ ലോകമായി എന്നാണ് അദ്ദേഹത്തിൻ്റെ ധാരണ. രാജ്യങ്ങളുടെ അതിർത്തി എന്നൊക്കെ പറയുന്നത് വളരെ തമാശ. ഞാനൊന്ന് അവിടെ പൊന്നാനിയിൽ പോയപ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്തത് നമ്മുടെ ഇടശ്ശേരിയുടെ കുടിയൊഴിക്കൽ എന്നുള്ള കുടിയിറക്കം എന്നുള്ള കവിതയാണ്. അതിൽ പറയുന്നുണ്ടല്ലോ, ഏതാണ് ഒരാളുടെ രാജ്യം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിയിറക്കപ്പെടും കൂട്ടരെ എവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടെവിടങ്ങളെ കൂട്ടി വരയ്ക്കുക ഇയാളുടെ ദേശം, അതാണ് അയാളുടെ ദേശം. അത് വിസ്തൃതി അങ്ങനെ പോയി. അത് ആഫ്രിക്ക ആവാം, ഇംഗ്ലണ്ട് ആവാം, ലോകത്ത് എവിടെയെങ്കിലും ആവാം. ഒരാളുടെ അനുഭവ ലോകം എന്ന് പറയുന്നത് അയാൾ സഞ്ചരിച്ച ലോകം തന്നെയല്ല. അയാളെ പോലും ജീവിക്കുന്ന മനുഷ്യന്മാരുള്ള ഏത് ലോകവും അയാളുടെ ലോകമാണ്. അങ്ങ് മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങനെ കൈകൾ നോക്കിയിടുകയാണ്. അതൊക്കെ ആ വിശ്വമാനവികതയുടെ ഒരു കാലമാണ്. അത്രോ അന്ന് ആ കാലത്തൊന്നും ഒരു നിരൂപകൻ ഇങ്ങനെ ചോദിക്കാൻ ധൈര്യം കാണിക്കുന്നു തോന്നുന്നില്ലേ? ഇപ്പോൾ ഇത്രമാത്രം മനുഷ്യൻ സങ്കുചിതമായതും അവൻ്റെ ദേശം, അതായത് നമ്മുടെ ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മറ്റേ ഞാനൊക്കെ എനിക്ക് ആവേശപൂർവ്വം വായിച്ചിട്ടുള്ള നോവലുകളിൽ, കുട്ടിക്കാലത്തൊക്കെ വായിച്ചിട്ടുള്ള നോവലുകളിൽ ദേശത്തിൽ നമ്മുടെ ഇന്ന് പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളുണ്ട്. ലാഹോർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ്. നോവലുകളിലൂടെ ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബംഗ്ലാദേശ്, അല്ല നമ്മുടെ ബംഗാളി നോവലുകളുടെ മുഴുവൻ സ്ഥലങ്ങളും ഇപ്പോൾ ബംഗ്ലാദേശിലാണ്. പത്മ, മേഘന നദീതടങ്ങളും മുഴുവൻ അവിടെയാണല്ലോ. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയക്കാർ വരച്ചുണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ദേശം എന്ന് പറയുന്നത്. അത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമേ അല്ല. അപ്പോൾ അതാണ് വിഷയം. അതാണ് ഇപ്പോൾ പക്ഷേ
ഒരു കാര്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ആശയപരമായിട്ടോ അനുഭവപരമായിട്ടോ നമ്മൾ സ്വാധീനിച്ചിട്ടുള്ള കാര്യത്തെ ആണ് അത് നമ്മുടെ അനുഭവമായി മാറിയതിനെ കുറിച്ച് എഴുതിയാലാണ് നമുക്കത് നമുക്കൊരു അവിടെ ഒരു നിയന്ത്രണം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് അവിടെ കരുത്ത് പ്രകടിപ്പിക്കാൻ കഴിയുള്ളൂ എന്ന് തോന്നി. അതാണ് ഞാൻ ഇപ്പോൾ കാട്ടൂരിനെ കുറിച്ച് പറഞ്ഞത്. കാട്ടൂരിനെ കുറിച്ച് എഴുതുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് അവിടെ ഒരു കുറേ സാധ്യതകളുണ്ട്. കാരണം അത് എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വിദേശത്ത് പോയി എഴുതുന്ന നോവലിസ്റ്റുകൾ അവർ കേരളം വിടുന്നുണ്ടോ ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ ഹരിദാസ് സാവിത്രി അവരുടെ നോവലുകളിൽ എഴുതുന്ന ദേശം വേറൊരു ദേശമാണ് എന്നുണ്ടെങ്കിൽ തന്നെ ആ നോവലുകളിൽ ഒരു മലയാളിയുടെ മനസ്സല്ലേ അവിടെ പ്രതിപ്രവർത്തിക്കുന്നത്. അവർ കാണുന്നു. അല്ലാണ്ട് അത് അവിടുത്തെ ഒരാളല്ലല്ലോ എഴുതുന്നത്. ഇവിടുത്തെ ഒരാൾ എഴുതുമ്പോൾ അത് ഏത് ദേശത്തെ കുറിച്ചായാലും അത് മലയാളത്തിന്റെ മനസ്സാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ മട്ടിലാണ് അതിനെ കാണുന്നത്. റിഫ്ലക്ഷൻ വരും. മറ്റൊരു പ്രധാന കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ എഴുത്ത് അവൻ്റെ കാലം, അനുഭവം തുടങ്ങിയിട്ടുള്ള പരസ്പര ബന്ധിതമായിട്ട് വിഷയങ്ങളെ പറ്റി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചു. അത് കുറേ കൂടി നമ്മൾ മൊത്തമായിട്ട് പറയുമ്പോൾ ഇന്നത്തെ കാലത്തിൻ്റെ അനുഭവം വളരെ പച്ചയായിട്ട് പറയാൻ എഴുത്തുകാർ പേടിക്കുന്നുണ്ടോ? കാരണം എപ്പോഴും അവൻ്റേതായിട്ടുള്ള ഒരു സുരക്ഷാ കവചത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ തൊലിക്കോ അവൻ്റെ ശരീരത്തിനോ അവൻ്റെ ജീവിതത്തിനോ അവൻ്റെ ഒരു തരത്തിലും അവൻ്റെ തൊഴിൽ മേഖലയ്ക്ക് പോലും പോറലേൽപ്പിക്കാത്ത തരത്തിലുള്ള വളരെ സുരക്ഷിതമായൊരിടം സ്വയം കണ്ടെത്തിയിട്ട് അവിടെ നിന്നുകൊണ്ടുള്ള ഒരു എഴുത്തല്ലേ നടക്കുന്നത്. ഒരുപക്ഷെ ചരിത്രം പറയാം. ഇപ്പോൾ അശോകനോട് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, വയലാറിൻ്റെ ഇതിഹാസം, ചരിത്രം, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ എഴുതും. ഇപ്പോൾ കാവുമ്പായി ആവട്ടെ, കേരളത്തിലെ ചെറിയ പ്രദേശം വെച്ചുകൊണ്ടാണ് അത് ഇന്ത്യൻ ജീവിതത്തിലേക്ക് മാറ്റുമ്പോൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ, അതിൻ്റെ മുന്നേറ്റങ്ങൾ, അതിൻ്റെ വിഭജനം, ഇതൊക്കെ നമുക്ക് ഇന്നും വേണമെങ്കിൽ മെറ്റീരിയലാണ്. അവിടെ ഒന്നും ഇപ്പോൾ നമ്മുടെ കൈ പൊള്ളില്ല. പക്ഷെ കൈ പൊള്ളുന്ന വലിയൊരു വിഷയം ഇന്നത്തെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പച്ചയ്ക്ക് പറഞ്ഞാൽ വർഗീയതയാണ്. മനുഷ്യരെ പല തട്ടുകളിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സാംസ്കാരിക രംഗത്തുണ്ട്, ബോധപരമായ രാഷ്ട്രീയ രംഗത്ത് അതിൻ്റെ പ്രയോഗങ്ങൾ വരുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് വരുന്നുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ വരുന്നുണ്ട്, ചരിത്ര പഠനം ഒക്കെ ഇതിലും വരുന്നുണ്ട്. ഈവൻ എവിടെയാ സയൻസ് എവിടെ എടുത്തോളൂ, വളരെ ഡെലിബറേറ്റിലായിട്ട് എന്താ പറയുക ഉറപ്പിച്ച് ചെയ്യുന്ന ചില രീതികളിൽ ഈ മനുഷ്യനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ തൊട്ടാൽ പൊള്ളുന്ന ഒരു വിഷയം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ അനവധി അനുഭവങ്ങളുണ്ട്. തൊട്ടപ്പുറത്തുള്ള കൽബുർഗിയെ പോലുള്ള രക്തസാക്ഷിത്വങ്ങൾ ഉണ്ടാകുന്നു, മരണം വരിക്കുന്ന എഴുത്തുകാർ. അശോകൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് ഒരു വർഗീയവാദിയുടെ ഒരു കത്തി അല്ലെങ്കിൽ ഒരു ആയുധം എൻ്റെ മേൽ വരിക, അതായിരിക്കും ഒരു പക്ഷേ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുരസ്കാരം, ഏറ്റവും വലിയ അംഗീകാരം എന്നൊക്കെ വളരെ ആലങ്കാരികമായിട്ട് അശോകൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ സുരക്ഷിതത്വം തേടുന്ന എഴുത്തിൻ്റെ ഈ കാലത്ത് അല്ലെങ്കിൽ ഭൂരിപക്ഷം എഴുത്തുകാർ ആ ഒരു തളത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം തന്നെയല്ല, വിഷത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക? ആ കാര്യങ്ങൾ എന്തുകൊണ്ട് പുതിയ കാലത്തെ എഴുത്തിൽ വരുന്നില്ല? വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നു. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എടുക്കാൻ എഴുത്തുകാർ പേടിക്കുന്നു. ഈ ഒരു വാസ്തവത്തെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പലവിധ മേഖലകളിലുള്ള മനുഷ്യൻ അടിച്ചമർത്തപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതം അങ്ങേറ്റം ദുസ്സഹാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കൃഷിക്കാരൊക്കെ വലിയ സമരത്തിലൊക്കെ നടക്കുകയാണ്. പക്ഷെ അതിനേക്കാൾ അപകടകരമായൊരവസ്ഥയാണ് ബുദ്ധിജീവികളുടെ ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ബുദ്ധിജീവികൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ബുദ്ധിജീവികൾ വലിയൊരു വിഭാഗം എഴുത്തുകാരും കലാകാരന്മാരും പൗരാവകാശ പ്രവർത്തകരൊക്കെ ജയിലിലാവുന്നു എന്നുള്ളത് മാത്രമല്ല വിഷയം. ഉദാഹരണത്തിന് നമ്മുടെ വർത്തമാന പത്രങ്ങൾ, നമ്മുടെ മാധ്യമരംഗത്ത് എന്ന് പരിശോധിച്ചു, വളരെയധികം മാധ്യമപ്രവർത്തകർ ഇന്ന് ജയിലിലാണ്. നമ്മളത് അറിയുന്നില്ല, നമുക്കത് വലിയൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. അപ്പോൾ മാധ്യമങ്ങളെ വരുതിയിലാക്കുന്ന ഒരു തന്ത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പല രീതിയിലാണ്. ഒന്ന്, അനുനയമുണ്ട്. മാധ്യമങ്ങളുടെ ഉടമസ്ഥതയിലൊക്കെ അത് വരുന്ന മാറ്റം ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല മാധ്യമങ്ങളുടെയും ഉടമസ്ഥത മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊന്നും അറിയില്ല. അത് ഈ ഓഹരി കമ്പോളത്തിലൊക്കെ ഇടപെട്ടിട്ട് നടത്തുന്ന ചില നീക്കങ്ങൾ അങ്ങനെ ഉടമസ്ഥത പിടിച്ചെടുക്കുന്നു. മറ്റൊന്ന്, ഇപ്പം ആ മൂലധനം ഉടമയെ പലവിധത്തിലുള്ള സാമ്പത്തിക ഏജൻസികൾ, അതായത് ED പോലുള്ള സംഗതികളൊക്കെ ഉപയോഗിച്ചിട്ട് CBI പോലുള്ളതിനെ കുറിച്ച് അയാളെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാളെ വരുതിയിലാക്കുന്നു. അതുപോലെ തന്നെ അങ്ങനെ ഒട്ടുമിക്കവാറും മാധ്യമ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുന്നു.
എന്നിട്ടും വരുതിയിലാവാത്ത സ്വതന്ത്രമായി നിൽക്കുന്ന പത്രപ്രവർത്തകരെയാണ് ജയിലിലടയ്ക്കുന്നത്, ഭീഷണിപ്പെടുത്തി ജയിലിലടയ്ക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഏറ്റവും സങ്കടകരമായ കാര്യം എഴുത്തിൻ്റെ മേഖലയിൽ ഒട്ടുമിക്കവാറും ആൾക്കാരും ഇതിന് വിധേയമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇന്ത്യ മാത്രമല്ല, കേരളത്തിലടക്കം അതിൻ്റെ ചില പ്രവണതകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് വിധേയപ്പെടുന്നതിൻ്റെ പണ്ട് കാലത്തൊന്നും തന്നെ ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിക്ക്, അത് ഏത് വിഭാഗത്തിൽപ്പെട്ട വർഗീയ രാഷ്ട്രീയ പാർട്ടി ആയാലും അല്ലെങ്കിൽ മതവിധമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വിധേയമാവുന്ന ഒരു സമീപനം എഴുത്തുകാരുടെ ഭാഗത്തുനിന്ന് ഒരിക്കൽ പോലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് പലപ്പോഴും ഈ വർഗീയ രാഷ്ട്രീയ പാർട്ടികളുടെ, അത് രാജ്യം ഭരിക്കുന്ന വർഗീയ രാഷ്ട്രീയ പാർട്ടികളുടെ, ഭൂരിപക്ഷ വർഗീയ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ വേദികളിൽ പോകുന്നത് എന്തെങ്കിലും സംവാദത്തിനൊന്നല്ല, അവരുടെ പട്ടും വളയും സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനും അവരുടെ പരിഗണന പെടാനും ഒക്കെ തന്നെ തയ്യാറാവുന്നു. വളരെ പ്രശസ്തരായിട്ടുള്ള, നമ്മൾ വളരെ ആദരിക്കുന്ന ചില എഴുത്തുകാരൊക്കെ അതിന് തയ്യാറാവുന്നു എന്നുള്ളൊരു സങ്കടകരമായൊരവസ്ഥ കൂടി കാണാനുണ്ട്. അതാണ് അതിൻ്റെ ഒരു വിഷയം. ഇപ്പോൾ അതുമാത്രമല്ല, ഈ വാസ്തവത്തിൽ ഇന്ത്യയിലെ വളർന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാജ്യം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിഭജന നീക്കമുണ്ടാക്കിയിട്ട് ഇന്ത്യയുടെ ആത്മസത്തയെ തന്നെ തകർത്ത് കളയുന്ന വിഭാഗങ്ങൾക്കെതിരായിട്ട് ഈ സംസാരിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ കൊന്നുകളയുന്നു എന്നുള്ളതൊരു ചെറിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവരെ കീഴ്പ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മാത്രമല്ല, ഈ പത്രങ്ങളും സാംസ്കാരിക സ്ഥാപനങ്ങളും വാരിക മാസികയൊക്കെ നടത്തുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതിനെ കീഴടങ്ങിയവരായതുകൊണ്ട് വാസ്തവത്തിൽ എഴുത്തുകാർ ഇങ്ങനെ അതിനെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാൻ പ്രാപ്തി കാണിക്കുന്ന എഴുത്തുകാർക്ക് ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ വർഗീയ രാഷ്ട്രീയത്തെ ചെറുക്കുന്ന, ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു എഴുത്തുകാരന് സാധാരണ നമ്മുടെ രണ്ട് പ്രശ്നങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, അയാൾ പൊതുബോധത്തിനെതിരാകും. കാരണം ബോധം നിർമ്മിക്കപ്പെട്ടതാണ് പത്രങ്ങളൊക്കെ പാടുകയും. മറ്റൊന്ന്, പത്രസ്ഥാപനങ്ങളുടെയും സാംസ്കാരിക വ്യവസായികളുടെ ഇടയിൽ അവനൊരു പരിഗണനയും കിട്ടില്ല. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, അത് കേരളത്തിലും വിഷയം തന്നെയാണ്. കേരളം ഒരു വ്യത്യസ്ത ലോകമാണെന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക മേധാവിത്വം ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണ്. അതിലൊന്നും ഇടപെടാൻ കേരളത്തിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സർക്കാരുകൾക്കൊന്നും അങ്ങനെ കഴിയുന്ന കാര്യമല്ല. സാംസ്കാരിക മേഖലയിൽ എങ്ങനെ ഇടപെടുക? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ആഗോള തരത്തിലുള്ള മൂലധനം ഇറക്കിയിട്ടുള്ള സാംസ്കാരിക അധിനിവേശമാണ്. പത്രങ്ങളാണ് അതിൻ്റെ പ്രധാന, മാധ്യമങ്ങളാണ് പ്രധാനം. ഇപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ അധികാരം ഉപയോഗിക്കുന്ന ആരാണ്? ഇവിടുത്തെ സർക്കാർ, ഇവിടുത്തെ പ്രതിപക്ഷം? ഒന്നുമല്ല, മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റുകളെന്ന് പറയണം. കോർപ്പറേറ്റുകളുടെ ഇവിടുത്തെ ദൗത്യം നിർവഹിക്കുന്നത് മാധ്യമങ്ങളാണ്. അവരാണ് ഇവിടുത്തെ പൊതുബോധം സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ചിന്തിക്കണം, ഏതാണ് സത്യം, ഏതാണ് നുണ, ആരാണ് രാഷ്ട്രീയ നേതാവാവേണ്ടത്, ആരാണ് തകർത്ത് മുന്നോട്ട് പോകേണ്ടത്, ഇതൊന്നും തെരഞ്ഞെടുപ്പൊന്നല്ല തീരുമാനിക്കുന്നത്, ഇവരാണ് തീരുമാനിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ എഴുത്തെന്ന് പറയുന്നത് വളരെ അല്ല. അപ്പോൾ അവിടെയാണ് വളരെ കൗശലപൂർവ്വം ഈ ഒരു സുരക്ഷിത മേഖല തേടി ഇതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് എന്നുള്ളൊരു വിമർശനം വന്നാൽ, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ തരത്തിലുള്ളൊരു യാഥാർത്ഥ്യത്തെ ഒറ്റപ്പെട്ട രീതിയിൽ എങ്ങനെ കണ്ടെത്താം, നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെ. അത് പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ എഴുതുന്നു. പക്ഷെ അത് എത്രമാത്രം ഫോഴ്സ്ഫുൾ ആവുന്നുണ്ട്, എത്തിപ്പെടുന്നുണ്ട്? തൽക്കാലം അത്രമാത്രം വലിയ പ്രതികരണങ്ങളൊന്നും സാംസ്കാരിക മേഖലയിലില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മൊത്തം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണ്, കൃഷിക്കാരും തൊഴിലാളികളും പ്രകടിപ്പിക്കുന്ന പോലെയുള്ള ഒരു ഔചിത്യത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം ഇതുവരെ എഴുത്തിൻ്റെ മേഖലയിൽ, സിനിമയുടെ മേഖലയിലൊന്നും ഇതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ ഒരു സാഹചര്യമാണ് അതിന് കാരണം. അത് നേരത്തെ ആദ്യം ശിവൻ പറഞ്ഞില്ല, ഇതിൽ രാഷ്ട്രീയ ആയതുകൊണ്ട് കാട്ടുകളവ് വായിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച അതേ മനോഭാവത്തിന്റെ പൊതുബോധം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഇവിടെ തൊടാതിരുന്നാൽ കൂടുതൽ ജനകീയാകാം, 50 വർഷം മുമ്പത്തെ ഒരു സ്ഥിതിയല്ല. ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് മാലിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല എന്നുള്ളതില്ല. 50 വർഷം കൊണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട്. ലോകം മാറി, കേരളം കൊണ്ടുകൂടെ മാറിയിട്ടുണ്ട്. ഇവര് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അസഹിഷ്ണുതയാണ്.
അസഹിഷ്ണുത സമൂഹത്തിന് സാധാരണ മനുഷ്യർക്കിടയിൽ ഏറ്റവും ഇപ്പോൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ ഈ പാട്ട് പാടുമ്പോൾ ഏത് പാട്ട് പാടണം എന്നുള്ളതൊക്കെ ഇന്നാൾ ചർച്ച വിഷയമായി. പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ കണ്ടില്ല. ഉത്സവപ്പറമ്പ് മാത്രമാണ് ഒരു കലാപ്രകടനത്തിൽ എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടക്കും. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ മലയാളിക്ക് ഒരു എതിർ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു കലാരൂപം ആസ്വദിക്കാനുള്ളൊരു കഴിവുണ്ടോ എന്നുള്ളത് വലിയ വിഷയമാണ്. ഈ എഴുതി വെച്ച പാട്ടുകളിലും തിരുത്തലും വരുന്നത് അറിഞ്ഞിട്ടുണ്ടോ? മറ്റേ മനുഷ്യ മതങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് വയലാർ എഴുതിയ പാട്ട്, അതിൽ ഒരു വരി ഇന്ത്യ ഭ്രാന്താലയമായി എന്നാണ്. അതിപ്പോൾ അങ്ങനെയല്ല പാടുന്നത്, ലോകം ഭ്രാന്താലയമായി. അത് മാറ്റാൻ പറ്റില്ല, റെക്കോർഡിൽ മാറ്റാൻ പറ്റില്ല. അത് അങ്ങനെ യേശുദാസിന്റെ ശബ്ദത്തിൽ. പക്ഷെ എല്ലാ സ്ഥലത്തും പാടും ലോകം ഭ്രാന്താലയമായി, ഇന്ത്യ എന്നല്ല. അവിടെ വരെ ഇടപെട്ടു. എഴുതി വെച്ച ടെക്സ്റ്റിൽ പോലും പലപ്പോഴും ഇപ്പോൾ നമ്മളറിയാത്ത പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കുറേ കാലങ്ങളെ സിനിമാ മേഖലയ്ക്ക് ഭീഷണി ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ഭീഷണിയില്ല. എന്താ കാരണം? സിനിമാ മേഖലേനെ അവർ സ്വതന്ത്രമായി വിട്ടതല്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തിരക്കഥ എഴുതുമ്പോൾ തന്നെ അത് അവിടെ കൊണ്ടുപോയി ബോധിപ്പിക്കണം. ഇത് അധികാരികൾക്കോ അല്ലെങ്കിൽ മേധാവിത്വത്തിനോ ഒന്നും തന്നെ ഒരു തരത്തിലും ഇതല്ല എന്ന് അവിടെ ബോധിപ്പിച്ചിട്ട് അവരുടെ അംഗീകാരം മേടിച്ചിട്ടാണ് ഷൂട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ വസ്തുത്തിൽ കീഴടങ്ങുന്നതിൻ്റെ ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ തൊഴിലാളികളും കൃഷിക്കാരിലും ഒക്കെ തന്നെ ഉണ്ടാവുന്ന ഉണർവുകൾ അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് വരിക. അല്ലാണ്ട് മധ്യവർഗമായിട്ടുള്ള എഴുത്തുകാരുടെ മേഖലയിലല്ല ധീരമായ മുന്നേറ്റങ്ങൾ ആദ്യം ഉണ്ടാവുക. അവർ ധൈര്യം പ്രകടിപ്പിക്കുമ്പോൾ ആ ധൈര്യത്തിൻ്റെ പിന്നിൽ അത് ജീവിതത്തിനെ നേരിട്ട് ബാധിച്ചാലേ അവർ ഇറങ്ങുള്ളൂ. നമ്മളെപ്പോലെ ഇങ്ങനെ ഇരുന്ന് ഇതിന് ആശങ്കപ്പെടുന്ന ആൾക്കാർ. പക്ഷേ ജീവിതത്തിനെ നേരിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ അവർ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നാലേ അവർ പ്രതികരിക്കുള്ളൂ.